CPM-ന്റെ കഷ്ടകാലം തുടരുകയാണ്. അത് ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല. നേതാക്കളിലേക്ക് കൂടി ED അന്വേഷണം പോകുന്നു. എന്താ പറഞ്ഞേ? നേതാക്കളിലേക്ക് കൂടി ED അന്വേഷണം പോകുന്നു. അതിന് കുറെ പൊളിക്കും. ED കട്ടക്കലിപ്പിലാണ്. ഈ പുലിക്കാടൻ ആരാണെന്ന് തുമ്മയെ ഞാൻ കാണിച്ചു കൊടുക്കാം. അതിനു മുന്നോടിയായി ഇപ്പോൾ ആ സംഭവ ദിവസത്തെ വിവിധ ദൃശ്യങ്ങൾ, പ്രസംഗങ്ങൾ, നേതാക്കളുടെ മറ്റു പ്രതികരണങ്ങളെല്ലാം തന്നെ ED ശേഖരിക്കുന്നു. ഇതെല്ലാം കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ച് ഇതിലൊരു ആസൂത്രിത ഗൂഢാലോചന ഉണ്ടെന്ന് കോടതിയെ ബോധിപ്പിച്ച് അവരെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ED തീരുമാനിച്ചത്. അതായത് ഈ സംഭവത്തെ അങ്ങനെ വിട്ടുകളയാൻ ED ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന പോലീസിന് വീഴ്ച പറ്റിയാൽ കേസ് CBI കൊണ്ട് ഏറ്റെടുപ്പിക്കാനാണ് ആലോചന. CBI-യോ NIA-യോ കേസ് ഏറ്റെടുത്താൽ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. രാവിലെ മുതൽ തന്നെ വൈകുന്നേരം ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ ആക്രമിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അതിനൊരു ഗൂഢാലോചനയുണ്ട്, അതിന് പ്രേരണയും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാ. ഞങ്ങൾക്കും അവിടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ. അതുകൊണ്ട് അത്തരം പ്രേരണക്ക് നേതൃത്വം കൊടുത്ത മേൽത്തട്ടിലുള്ള ഈ പാർട്ടിയുടെ പ്രവർത്തകരെ കൂടി പ്രതിയാക്കണം എന്നുള്ളതാണ് ED-യുടെ ആവശ്യം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത ആളുകൾ, അതായത് CPM-ന്റെ പ്രമുഖരായ നേതാക്കളെ കൂടി പ്രതിയാക്കണം എന്നൊരാവശ്യത്തിൽ ED ഉറച്ചു നിൽക്കുന്നത്. പിണറായി കൂടെ കൊണ്ടു നടന്ന ഗുണ്ടകൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു. പോലീസുകാരായ ഈ ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് എത്തുമെന്ന് ഭയന്നാണ് സ്വിച്ച് ഓഫ് ചെയ്ത് മുൻകൂർ ജാമ്യം കൊടുത്ത് അവർ മുങ്ങിയിരിക്കുന്നത്. പിണറായിയുടെ പുതിയ ഡ്രൈവറെ റെയിൽവേ സ്റ്റേഷനിലിട്ട് നാട്ടുകാർ കൈവച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ചുമ്മാരിടൂ, പേടിപ്പിക്കുന്ന വർത്തമാനം പറയാതെ. കേരള പോലീസ് ഇപ്പോഴും CPM-ന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ചെറിയ വകുപ്പുകളൊക്കെ ചേർത്ത് തലയുരിയെടുക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷെ ഈ 300 പേരെ കൂട്ടത്തോടെ പിടിച്ച് ജയിലിലിട്ടാൽ വരുന്ന 5 വർഷം തലസ്ഥാനത്ത് അക്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് റിപ്പോർട്ട് കിട്ടിയതോടെ അതെങ്ങനെ മനസ്സിലായി? ഇത്തരം തട്ടിപ്പ് പാർട്ടീസിനെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളവരെ കൂടി തൂത്തുപിടിച്ച് ജയിലിലടയ്ക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. അതിനിടയിലാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ് എങ്ങനെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷണം നടത്തുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ED ഇവറ്റകളൊന്നും പുറത്തു വരാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ്. കേന്ദ്ര ഇന്റലിജൻസും വിശദാംശങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തോടെ വിശദമായ റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്കുള്ള പ്രതികളുടെ ലിസ്റ്റ്, അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, അറസ്റ്റിലാകപ്പെട്ടവർ ആരൊക്കെ, പിടികൂടാനുള്ളവർ ആരൊക്കെ എന്നതൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ED ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത നീ വെറുതെ നുണ പറയരുത്. ഒരുത്തനും ഇനി വെളിച്ചം കാണരുത് എന്ന വാശിയിൽ അവരും അവരുടേതായ സംവിധാനത്തോടെ രംഗത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചു കൊടുക്കാൻ ED തന്നെ പ്രത്യേകം സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു.